200ഓളം വാഹനങ്ങൾ സ്റ്റോക്കുണ്ട്. കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോൾ ന്യൂലി 4 ദിവസമേ ആയിട്ടുള്ളൂ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഹോണ്ട അമേസ് എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡലാണ്. ഓക്കെ, 19 മോഡൽ സിംഗിൾ ഓണർ വാഹനം, അതും വെറും 35,000 കിലോമീറ്റർ ഓടിയ ഒരു ലോ കിലോമീറ്റർ വാഹനമാണ്. 2021 മോഡൽ അർബൻ ക്രൂയിസർ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. എത്ര ഓടി? നമ്മുടെ വീഡിയോ കണ്ട് ഇവിടെ നിന്ന് ഒരു വാഹനം എടുത്ത് ഡെലിവറി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ ഫുൾ ടാങ്ക്, അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക്. കാണുന്ന ആൾക്കാർക്ക് ഇനി വേറൊരു വണ്ടി എവിടെയെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റൊരു വാഹനം കൂടി സജഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും കൊടുക്കാം. അമിയോ. ഓക്കെ, ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. 100% ലോണും കിട്ടുന്ന ഒരു വാഹനം. ഈ വണ്ടിയോ? അതെ, 100% ലോൺ. വെന്യൂ അല്ലേ? അടുത്തൊരു ഡീസൽ വാഹനമാണ്. 2022 മോഡൽ വെന്യൂ. ഓക്കെ, ഈ വാഹനം ഓടിയുള്ള കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർ വാഹനമാണ്. 75,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? 90-95% ലോൺ കയറും. നല്ല സിബിൽ സ്കോർ ആണെന്ന് 100% ലോൺ അവൈലബിൾ ആണ്. ഓ, സിബിൽ സ്കോർ അതാണ് മെയിൻ അല്ലേ? സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 100% വരെ നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. കുഷാക്ക് അല്ലേ? അടുത്ത വാഹനം വന്നിട്ട് 2021 മോഡൽ സ്കോഡ കുഷാക്ക് ആണ്. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഈ വണ്ടി ഇറക്കി? ഒരു 50,000 രൂപ ഉണ്ടായാലും ബാക്കി നമുക്ക് 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഇവിടെ ഫുൾ ഫൈനാൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. മാർക്ക് 4ന്റെ തന്നെ ഏകദേശം 200ഓളം വണ്ടികൾ അല്ലേ? 200 സ്റ്റോക്ക്. കോഴിക്കോട്, കണ്ണൂര്, അതുപോലെ തന്നെ ഇപ്പൊ 4 ദിവസമായിട്ടുള്ള എറണാകുളത്തും. നമസ്കാരം, ഞാൻ ഇന്ന് എറണാകുളം കാക്കനാട് വള്ളത്തോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാർക്ക് 4 എന്ന പ്രിയോണ്ട് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ മുമ്പിലാണ്. ഇവർക്ക് ഏകദേശം 200ഓളം വാഹനങ്ങൾ സ്റ്റോക്കുണ്ട്. കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോൾ ന്യൂലി 4 ദിവസമേ ആയിട്ടുള്ളൂ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം. ഇവിടുത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം SUV സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ് കേട്ടോ. കൂടുതലും പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ. ബ്രോ നമസ്കാരം. വെൽക്കം. പേരെന്താണ്? അബി ആണ് ഇന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇപ്പൊ എത്ര വണ്ടി സ്റ്റോക്ക് ഉണ്ട്? ഇപ്പൊ ഏകദേശം 35 സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് കണ്ണൂരും ഉണ്ട് അല്ലേ? അപ്പൊ ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്. പറയുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, നമ്മളിപ്പം ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് കൂടുതലായിട്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ മെയിനായിട്ട് ഹാച്ച് ബാക്ക്, അതുപോലെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ. ഓട്ടോമാറ്റിക് അത്യാവശ്യം ഉണ്ട്, ഞാൻ നോക്കിയിരുന്നപ്പോൾ. പിന്നെ പറയാൻ പ്രീമിയം സെഗ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ ഹോണ്ട അമേസിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഹോണ്ട അമേസ് എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡലാണ്. ഓക്കെ, 19 മോഡൽ സിംഗിൾ ഓണർ വാഹനം, അതും വെറും 35,000 കിലോമീറ്റർ ഓടിയ ഒരു ലോ കിലോമീറ്റർ വാഹനമാണ്. വണ്ടിക്ക് എത്ര വിലയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 5,70,75,000 രൂപയാണ്. 5,70,75,000 രൂപ പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ. അപ്പം ഒരു 40,000 താഴെ ഓടിയ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു വണ്ടി, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി അല്ലേ? അവൈലബിൾ ആയ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഈ വണ്ടി ഇറക്കി? 50,000 രൂപ ഉണ്ടായാലും ബാക്കി നമുക്ക് 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഇവിടെ ഫുൾ ഫൈനാൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത വണ്ടി ഒന്ന് പരിചയപ്പെടാം. വെന്യൂ അല്ലേ? അടുത്തൊരു ഡീസൽ വാഹനമാണ്. 2022 മോഡൽ വെന്യൂ. ഓക്കെ, ഈ വാഹനം ഓടിയുള്ള കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർ വാഹനമാണ്. 75,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? എനിക്ക് തോന്നുന്നത് ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മാർക്ക് 4 ചോദിക്കുന്ന പ്രൈസ് ആണ് 10,40,000 രൂപയാണ്. 10,40,000 രൂപയ്ക്ക് 90-100% ലോൺ വരെ അവൈലബിൾ ആണ്. ഓ, 100% ലോൺ വരെ അവൈലബിൾ ആയിരിക്കും അല്ലേ? അപ്പം ഞാൻ ചോട്ടെ, ഇതിന്റെ മൈലേജ് എത്ര കൊണ്ടായിരിക്കും? ഒരു ഡീസൽ 20 മൈലേജ് ഉറപ്പാണ് അല്ലേ? ഓക്കെ, ഡീസൽ ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ല. പെട്രോളിലേക്ക് അല്ലല്ലോ പോണേന്നുള്ളൊരു എന്താണ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം അല്ലേ? അതെ, നമ്മുടെ വീഡിയോ കണ്ട് ഇവിടെ നിന്ന് ഒരു വാഹനം എടുത്ത് ഡെലിവറി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ ഫുൾ ടാങ്ക്, അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക്. അത് ചോദിച്ച് മേടിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഓരോരുത്തർക്കും ഈ ഒരു ഓഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വാഹനങ്ങൾ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വേഗം വിളിച്ചോളൂ. എറണാകുളത്ത് മാത്രം ഇപ്പോൾ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഓഫറും കൂടിയാണ്. മാക്സിമം ആൾക്കാരിലേക്കൊക്കെ എത്തിച്ചോളൂ. അപ്പം വാഹനം കൂടുതൽ പരിചയപ്പെടാം.
അടുത്തത് കുഷാക്ക് അല്ലേ? അടുത്ത വാഹനം വന്നിട്ട് 2021 മോഡൽ സ്കോഡ കുഷാക്ക് ആണ്. ഓക്കെ. ഈ വാഹനം ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 85,000 കിലോമീറ്റർ ഓടി ഒരു സിംഗിൾ ഓണർ വാഹനമാണ്. 85,000 കിലോമീറ്റർ. അതെ. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഉള്ള വണ്ടിയാണ്. പക്ക കറക്റ്റ് ആണ് അല്ലേ? അപ്പം ഞാൻ ചോട്ടെ, എത്രയാണ് ഇതിന് വില പറയണേ? ഇതിന് മാർക്കോട് ചോദിക്കുന്നത് 965 ആണ്. 9,65,000 രൂപ. അതെ. എങ്ങനെയുണ്ട് ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ? സർവീസ് കോസ്റ്റ് പറഞ്ഞാൽ ഒരു 15 ആ റേഞ്ചിൽ വരുന്നേ ഉള്ളൂ അല്ലേ? അപ്പം ഒരു അതുമല്ല 15,000 കിലോമീറ്ററിലാണ് സർവീസും വരുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് ഏകദേശം എത്ര വേണ്ടി വരുമായിരിക്കും? ഏകദേശം ഒരു 90 അതിന്റെ അടുത്ത് വേണ്ടി വരും അല്ലേ? അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, കാണുന്ന ആൾക്കാർക്ക് ഇനി വേറൊരു വണ്ടി എവിടെയെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റൊരു വാഹനം കൂടി സജഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും കൊടുക്കാം. നമ്മളെ ഷോറൂമിൽ ഇപ്പോൾ ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞല്ലേ, ഓൾറെഡി 200 സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ തന്നെ കുഷാക്ക് വേറെയും വണ്ടികളുണ്ട് അല്ലേ? വെക്കാനുള്ളൊരു സൗകര്യം അതെ, എല്ലാം കൂടെ നോക്കണല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 30ഓളം വണ്ടികൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? അപ്പം നേരെ ഒരു വന്ന് വിസിറ്റ് ചെയ്യൂ, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോണ്ട് പോകും അല്ലേ? ഓക്കെ. അങ്ങനെയാണ് അടുത്ത വണ്ടി ഇതേ അതേ ഒരു സെഗ്മെന്റിലുള്ള മറ്റൊരു വണ്ടി അല്ലേ? അടുത്തൊരു ലോ കിലോമീറ്റർ വണ്ടിയാണ്. 2021 മോഡൽ അർബൻ ക്രൂയിസർ. ഓക്കെ. ലോ കിലോമീറ്റർ ആണ്. എത്രയാണ് ഓടി? ഈ വാഹനം ഓടിയിട്ട് 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. സിംഗിൾ ഓണർ. ഓ പൊളി. അപ്പം സർവീസ് റെക്കോർഡ് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലീൻ വണ്ടിയാണ്. മാർക്ക് 4 ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 8,65,000 രൂപയാണ്. 8,65,000 രൂപ. ഓക്കെ. ഈ ഒരു പ്രൈസിന് ഏകദേശം ഒരു രൂപ ഡൗൺ പേയ്മെന്റ് മതിയോ? ഒരു രൂപ ഒരു 10,000-20,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1.25 രൂപ അല്ലേ? 1.25 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും മൈലേജിന്റെ കാര്യമൊന്നും പിന്നെ ടെൻഷൻ. ഇത് ഓട്ടോമാറ്റിക് ഒന്നും അല്ലല്ലോ, മാനുവലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു 17-18 മൈലേജ് ഉറപ്പാണ് അല്ലേ? പെട്രോൾ ആണ് തന്നെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത വണ്ടി. അതെ, TUV. അതെ. അടുത്ത വണ്ടി വന്നിട്ട് 2021 മോഡല്, അതും വെറും 28,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 28,000 കിലോമീറ്റർ. ഓക്കെ. ഡീസൽ വണ്ടി. അതെ. ഇത് എത്രയാണ് കിലോമീറ്റർ ഓടിക്കുന്നത്? 28,000. ഓക്കെ. സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഉണ്ട്. എത്രയാണ് അപ്പൊ വില ചോദിക്കുന്നത്? ഇത് മാർക്കോട് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 9,25,000 രൂപയാണ്. 9,25,000 രൂപ. അതെ. ഏതൊരു ഫാമിലിയുടെ സ്വപ്നമാണ് ഒരു 7 സീറ്റർ വാഹനം ഈ ഒരു പ്രൈസിൽ അല്ലേ? എന്നാൽ 5 സീറ്റർ ആ രീതിയിലും കൊണ്ടു നടക്കാം, ഏത് രീതിയിലും 7 സീറ്ററിലും കൊണ്ടു നടക്കാം അല്ലേ? ഓക്കെ. അപ്പം ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 16-17 കിലോമീറ്റർ 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ചോട്ടെ, ഇതിന് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഇതിന് 90-95% ലോൺ കയറും. നല്ല സിബിൽ സ്കോർ ആണെന്ന് 100% ലോൺ അവൈലബിൾ ആണ്. സിബിൽ സ്കോർ അതാണ് മെയിൻ അല്ലേ? സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 100% വരെ നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. അതെ. ഓക്കെ. അപ്പം നിങ്ങളത് നോക്കുക. നമ്മുടെ സിബിൽ സ്കോർ ആണ് എല്ലാത്തിനും മെയിൻ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? അടുത്തത് കിയ സോണറ്റ് അല്ലേ? അതെ. 2020 മോഡല്, അതും 39,000 കിലോമീറ്റർ ഓടി ഒരു ഡീസൽ മാനുവൽ വാഹനമാണ്. ഓക്കെ. ഡീസൽ മാനുവൽ. ഓക്കെ. ഈ ആണ് ഈ വാഹനത്തിന്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. HDE. ഓക്കെ. ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഇതിന് മാർക്ക് 4 ചോദിക്കുന്ന പ്രൈസ് ആണ് 9,20,000 രൂപ. 90-100% ലോണും ഇതിന് അവൈലബിൾ ആണ്. 100% വരെ ലോൺ കയറും അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം പക്കയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വണ്ടി മേടിക്കാം അല്ലേ? നേരെ പോലെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോ പൊക്കോ അല്ലേ? ഓക്കെ. അങ്ങനെയാണ് അടുത്ത വണ്ടി പരിചയപ്പെടാം. അടുത്തത് ഒരു വോൾക്സ്വാഗന്റെ അമിയോ. ഓക്കെ. ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. 100% ലോണും കിട്ടുന്ന ഒരു വാഹനം. ഈ വണ്ടിയോ? അതെ. 100% ലോൺ. 2018-19 ഹൈലൈൻ ആണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഓക്കെ. ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് അപ്പം 18-19 ആ റേഞ്ചിൽ ഉണ്ടാവും. അപ്പൊ അത്ര മൈലേജ് ഉള്ളൊരു വണ്ടി അല്ലേ? കൊള്ളാലോ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടി. 95,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഒക്കെ ഉള്ള വണ്ടി. അപ്പം ഇത് സെക്കൻഡ് ഓണർ ഫസ്റ്റ് ഓണറോ? സിംഗിൾ ഓണർ. അപ്പൊ അത്രയും അദ്ദേഹം പൊന്നു പോലെ കൊണ്ടുനടന്ന വണ്ടിയാ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് 100% ലോണും ഉണ്ട്. എത്രയാണ് വില ചോദിക്കുന്നത്? 5.5 ലക്ഷം രൂപ. 5,60,000 രൂപ. ഓക്കെ. ഒരു 10,000 രൂപ കുറയുമായിരിക്കും അല്ലേ? കുറയും എന്ന് പറയാം. അപ്പം ഇവിടെ അത്യാവശ്യം മാർക്ക് 4ന്റെ തന്നെ ഏകദേശം 200ഓളം വണ്ടികൾ അല്ലേ? 200 കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ ഇപ്പം 4 ദിവസമായിട്ടുള്ളൂ എറണാകുളത്തും. അപ്പം ഇവരെ വിളിക്കാനുള്ള താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേഗം വിളിച്ചോളൂ. അടിപൊളി ഒരു ഡീലായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം ഫിനാൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം വേഗം നമ്പറിലേക്ക് വിളിക്കും. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.